കക്ഷത്തിൽ വല്ല കുരുവുണ്ടോ? ഞാൻ ജിംനേഷ്യത്തിൽ ചേർന്ന അമ്മായി. ഇന്നു മുതൽ ഞാൻ ജിംനാസ്റ്റിക് രാജു. നീ ഇങ്ങനെ കസർത്തും കാണിച്ചു നടന്നു? അതെ, നാട്ടിൽ കുറച്ച് വായി നോക്കികളുണ്ട്. അവന്മാരൊന്ന് ഒതുക്കണമെങ്കിൽ കുറച്ച് ആരോഗ്യമൊക്കെ വേണം. അമ്മായി, പാലുണ്ടാവോ ഒരു ഗ്ലാസ് എടുക്കാൻ? അമ്മാവൻ വെളുപ്പിന് 2 മണിക്ക് പോയി ക്യൂ നിന്നിട്ടാ 5 മണിക്കെങ്കിലും ഒരു പാക്കറ്റ് പാല് കിട്ടിയത്. അതിവിടെ ചായ ഉണ്ടാക്കാൻ പോലും തികഞ്ഞില്ല. സാരമില്ല, നാളെ തൊട്ട് മതി. എടാ മോനെ, ഗ്യാസ് തീർന്നിട്ട് 2 ദിവസമായി. അവര് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇതുവരെയും കൊണ്ടുവന്നില്ല. നീ ആ കവലയിലെ നായരുടെ കട ചെന്ന് കുറച്ച് വെറു വാങ്ങിക്കൊണ്ടു വാ. അത് ഞാൻ ഏറ്റു. പിന്നെ മുട്ട ഉണ്ടാവും അമ്മയുടെ. അതൊക്കെ പോയി വന്നിട്ട് ദേ പിന്നൊരു കാര്യം, ആ നായര് ഭയങ്കരനാ. സൂക്ഷിച്ചില്ലെങ്കിൽ തൂക്കത്തിൽ നിന്നെ അയാൾ വെട്ടിക്കും. എന്നെ ഒത്തിരി വെട്ടിക്കും. ഞാൻ അയാളെ വെട്ടിക്കും. ഇവിടെ ആരുമില്ലേ? വിറക് വിറക് നിന്റെ തന്തയാടാ. ഏത് തെണ്ടിയാടാ പറഞ്ഞത്? എന്റെ ഇരട്ട പേര് പറയാണെന്ന് ചേട്ടൻ തന്നെ ഇപ്പൊ പറഞ്ഞു തന്നത്. എന്താ വേണ്ടേ? എനിക്കൊരു 10 കിലോ വിറവ് വേണം. 10 കിലോ വിറകിന് നീ എന്തിനാ 25 കിലോയുടെ വേണം വയ്ക്കുന്നേ? വേണ്ട വേണ്ട, അതിനാണ് ഞാൻ അവിടെ അടിപൊളി ഞാൻ വെച്ചോളാം. എടുത്തോ. നിർത്ത്. ഇതെന്താ ത്രാസിനൊരു ചരിവ്? ഇവിടത്തെ ത്രാസ് ഇങ്ങനെ ചരിഞ്ഞേ നിൽക്കൂ. കാര്യം പറയുമ്പോ ഒരുമാതിരി മറ്റേ വർത്തമാനം പറയുന്നോ? ചുമ്മാതല്ല അമ്മായി പറഞ്ഞു ഇവിടെ വെട്ടിക്കോന്ന്. എന്താ നീ പറഞ്ഞത്? വെട്ടിക്കോന്നോ? എന്നാ എനിക്ക് ഇവിടെ പറയില്ല. പിന്നെ ഇത് വിൽക്കാനല്ലേ ഇവിടെ വെച്ചിരിക്കുന്നത്? വിൽക്കാൻ തന്നെയാ വെച്ചിരിക്കുന്നത്. പക്ഷെ നിനക്ക് തരാനില്ല. വേറെ എവിടെയെങ്കിലും പോയി വാങ്ങിച്ചോ. ഓഹോ, തൂക്കത്തിലെ വെട്ടിപ്പ് പിടിച്ചപ്പോ വിറകില്ലെന്നോ? ഇത് എവിടത്തെ ന്യായം? നീ ഇവിടെ അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ നീ ഇവിടെ തന്നെ അങ്ങോട്ട് നിന്നോ. ഇവിടെ എടുത്തു കൊടുക്കാൻ ആളില്ലാണ്ടിരിക്കും. ശരി, എന്നാ ഞാൻ പെട്ടെന്ന് ചേട്ടൻ തലവെച്ച് വീണു. അയ്യോ, യമനെ തൂക്കം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഓഹോ, ഇത് ഇവിടത്തെ സാധനമാണല്ലേ? അപ്പൊ പാരമ്പര്യമായിട്ട് വെട്ടിക്കൽ പറ്റിക്കൽ പ്രസ്ഥാനക്കാരാണല്ലേ? അനാവശ്യം പറയരുത്. അനാവശ്യം? അന്ന് വഴി പറഞ്ഞു തന്നിട്ട് ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. ഞാൻ വഴി പറഞ്ഞു തന്നോ? നിങ്ങൾക്ക് ആള് മാറിപ്പോയിരിക്കും. എനിക്ക് ആള് മാറിയിട്ടൊന്നുമില്ല. പെണ്ണെ, വേല ഈ രാജുവിന്റെ അടുത്ത് വേണ്ട. എന്നെ പെണ്ണെന്ന് വിളിച്ചാലുണ്ടല്ലോ. അപ്പൊ പെണ്ണല്ലേ? കണ്ടിട്ടൊരു പെണ്ണിന്റെ ലക്ഷണമൊക്കെ തോന്നുന്നുണ്ടല്ലോ. എടാ കൊച്ചനെ, നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്നോട് സംസാരിച്ചാ മതി. ആ പോളെ, നീ സ്കൂളിൽ പോകാൻ നോക്ക്. പൊയ്ക്കോ. പൊക്കോ, ഞാൻ പിന്നെ കണ്ടോളാം. കൊറേ കാണും. ഒരു രഹസ്യം പറഞ്ഞോട്ടെ. പോവാ വിറകെ. അവൻ ശരിക്കും കൊടുത്തു. ഏതായാലും കൊള്ളാം. അയാള് വരുന്നു. അല്ല, നിങ്ങൾ അറിഞ്ഞില്ലേ? എന്താ? ജോസ്റ്റി സ്ട്രീറ്റിൽ പത്മാവതി ഭവനിൽ ഒരു മുഴുവട്ടം വന്ന് താമസമാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കിയില്ലെങ്കിൽ നാട്ടുകാർ വലയും. അതെ, പട്ടണത്തിലുള്ളവരുടെ തല നിറച്ച് ബുദ്ധിയാണെന്നും ഗ്രാമത്തിലുള്ളവരുടെ തല നിറച്ച് കളിമണ്ണാണെന്നും വിചാരിക്കരുത്. ആണുങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ മുട്ടയിലെ ഒടിക്കും. ഞങ്ങളോട് മര്യാദയ്ക്ക് ബസ് കയറാൻ നിൽക്കുക. ബസ് കയറാൻ ഇവിടെ നിന്നാ പോരാ, നടു റോഡിലോട്ട് കയറുന്നില്ലേ? ബസ് കയറും. ഞങ്ങളൊരു പോലെ ശല്യപ്പെടുത്തുന്നേ, ഓടി വരണേ. അത് ശരി, കടുവേ കിടുവ എടുത്തു കാണിച്ചു തരാം. നാട്ടുകാരെ ശ്രദ്ധിക്കൂ. വിറക് എന്ന അപരനാമധേയത്താൽ അറിയപ്പെടുന്ന ശ്രീ നായരുടെ അതിക്രമങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കള്ളപ്പടികൾ, കള്ളത്രാസുകൾ എന്നിവയ്ക്ക് സമീപിക്കുക. ജൂനിയർ വിറകുകുമാരി കെയർ ഓഫ് വിറക് നായർ സ്വന്തം മകളെ +2 പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു കണ്ടപ്പടി കള്ളപ്പടി ഉപയോഗിക്കുന്നതെന്ന വാദം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? അച്ഛന്റെ വടി പിന്തുടർന്ന് മകളും ഇപ്പോൾ സഹപാഠികളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ്, പെൻസിൽ, പേന തുടങ്ങിയവ മോഷ്ടിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും കൂടി സംഘടിച്ച് ഒറ്റക്കെട്ടായി നിന്ന് നായരുടെ കട പൊട്ടിക്കുന്നു. കള്ളത്തൂക്കം തൂക്കി നായരുടെ വീട് വലുതായി, ഫ്രിഡ്ജായി, ടിവിയായി, VCR ആയി. ഇപ്പോ മോളെ കെട്ടിച്ചയക്കാനുള്ള സ്ത്രീധനം ഒപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഈ മോളുടെ പോക്ക് കണ്ടാൽ അറിയാം ഇതിനെ കെട്ടിച്ചയക്കേണ്ടി വരില്ല. ഇത് കെട്ടും പൊട്ടി ചോടിക്കോളുമെന്ന്. കൈയടിക്കും സുഹൃത്തുക്കളെ. അങ്ങനെ ഇനി ഇവിടെ വിറക് വെച്ചോട് വേണ്ട, ഒരു കുന്തവും വേണ്ട. ഇന്നത്തോടെ ഞാൻ എല്ലാം നിർത്തിക്കും.
എന്റെ ഈശ്വര, ഇയാൾക്കിതെന്ത് പറ്റി? വല്ലതും പറ്റിയോ? കുറെ കൊണ്ടുള്ള ഏറെ കിട്ടിയാ ഒന്നും പറ്റില്ലല്ലോ. ഈശ്വര, ഇവൾക്ക് എന്ത് പറ്റി? നീ അവളെ വല്ല വഴക്കം പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. സ്കൂളിൽ പോയ കൊച്ചാ, തിരിച്ചു വന്നത് ബഹളം വെച്ചോണ്ടാ. എന്താ കാര്യമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളൊന്ന് എഴുന്നേറ്റ് വന്ന് മോളോട് കാര്യം എന്താണെന്ന് അന്വേഷിക്കേ. പതുക്കെ എഴുന്നേക്ക്. മോളെ, മോൾക്ക് എന്ത് പറ്റി? നീ സ്കൂളിൽ പോയിട്ട് എന്താ തിരിച്ചു പോകുന്നത്? ഞാൻ ഇനി സ്കൂളിൽ പോകുന്നില്ല. ആഹാ, അമ്മയെ പോലെ ആകാനാണോ നിന്റെയും ഉദ്ദേശം? എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. വിറക് വെച്ചോടും കള്ളത്തൂക്കവും. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ? എന്നിട്ട് അമ്മയും മോളും കൂടി എന്തെടുത്തിട്ട് തിന്നാനാ? നിങ്ങൾ തമാശ കളഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ ചോദിക്കും മനുഷ്യ. മോളെ, എന്താ ഉണ്ടായത്? പറയേ. നിക്ക്. നീ എന്റെ വെറുതെ പൂട്ടിക്കല്ലേ? എനിക്ക് അല്പം വെട്ടിക്കലും തട്ടിക്കലും പൊട്ടിക്കലും ഒക്കെ ഉണ്ട്. നിനക്ക് അത് നിർത്താൻ പറ്റുമോ? നിർത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഉപഭോക്തൃ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുന്ന വിവരം മിസ്റ്റർ നായർ അറിഞ്ഞിട്ടില്ലായിരിക്കും. പൂട്ടിക്കാൻ നീ അങ്ങോട്ട് വാടാ. നമുക്ക് ആണുങ്ങളെ വിളിച്ച് സംസാരിക്കാം. അല്ലാതെ പഠിക്കാൻ പോകുന്ന പെൺകുട്ടിയായ എന്റെ മോളോട് അനാവശ്യം പറഞ്ഞാണല്ലോ. പഠിക്കാൻ പോകുന്ന പോലും മോളുടെ ഗുണഗണങ്ങളെ പറ്റി തന്തപ്പടി അറിഞ്ഞിട്ടില്ലായിരിക്കും. സാധാരണ പെൺകുട്ടികളെക്കാളും അല്പം +2 ആണ് നിങ്ങളുടെ സന്തതി. എടാ, മിണ്ടിപ്പോകരുത്. നിന്റെ നാവ് ഞാൻ അരിയും. തെണ്ടി. എന്ത് വിളിച്ചു? തെണ്ടി എന്ന് ഒരിക്കൽ കൂടെ വിളിച്ചു നോക്ക്. എടാ, തെണ്ടി എന്ന് ഞാൻ ഒരിക്കൽ കൂടെ വിളിക്കുന്നടാ. നീ എന്ത് ചെയ്യണ? എടാ, എന്നെ കൊല്ലാതെ അയ്യോ, അമ്മാവൻ ഇതിലിടപെടരുത്. അപ്പൊ നിങ്ങൾ ബന്ധുക്കളാണല്ലേ? എന്നാ തന്റെയും കഷ്ടകാലം തുടങ്ങി. ഞാൻ പറയുന്നു കേൾക്കണം. ഞാൻ സംസാരിച്ചോളാം. എന്താ കാര്യം? എന്താ കാര്യം? ഞാൻ പറയാം. വീണ്ടും എന്റെ സൈക്കിള് ഞാൻ കൊണ്ടുവന്നോളാം. നീ വീട്ടിൽ പോ. കാര്യം പറ. ഒന്നിലേക്ക് ഇറക്കിയ അല്ലെങ്കിൽ കാര്യം പറയാം. ഞാൻ കഥിച്ചിട്ട് പറയാം. ഓ, അത് ശരി. അപ്പൊ നീ ഇങ്ങോട്ട് വന്നത് ജോലിക്ക് വേണ്ടിയാണോ അത് നാട്ടുകാരുമായിട്ട് തല്ലുപിടിക്കാനോ? അല്ലമ്മാവ, ആ വിറക് നേരം ആ പെണ്ണും കൂടി എന്റെ അടുത്ത് അവർ എന്തൊക്കെയാണ് അന്യ നാട്ടിൽ നിന്ന് വന്നിട്ട് നീ നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ നടക്കുക. നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാമെന്ന് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഒറ്റ വെച്ചെന്നുണ്ടല്ലോ. നീ ആരുടെ അവിടുത്തെ MLA? നിങ്ങൾ എന്തിനാ അവനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ആ വെറുതെ നായരെ കുറിച്ച് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പോരുത്. എടി, നിനക്കുണ്ടല്ലോ ഒരു മോള്. ആ കാര്യം നീ മറക്കരുത്. എടാ, എന്തൊക്കെ അനാവശ്യങ്ങളാണ് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നീ ആ പെണ്ണിനോട് പറഞ്ഞത്? നിനക്കൂടാ 3 പെങ്ങന്മാര്. ഇങ്ങനെ എന്തെങ്കിലും അനാവശ്യം ആരെങ്കിലും അവരോട് പറഞ്ഞാ നിനക്ക് സഹിക്കൂ? ആ നായര് ചോദിക്കാൻ വന്നല്ലേ തെറ്റ്? നിന്നെ പഠിച്ച് പഠിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് കരച്ചിലാ കുട്ടി. നീ ഒരുത്തൻ കാരണം ഒരു പെണ്ണിന്റെ ഭാവിയാണ് നശിക്കാൻ പോകുന്നത്. എടാ, ഇനിയെങ്കിലും ആൾക്കാരുടെ ഇടയിൽ നന്നായി പെരുമാറാനും സംസാരിക്കാനും പഠിക്കുക. എനിക്ക് നാട്ടുകാരുടെ ഇടയിൽ ഇറങ്ങി നടക്കാനുള്ളതാ ഇപ്പൊ ഇതേ എനിക്ക് പറയാനുള്ളൂ.